അസ്സലാമു അലൈക്കും. ജമാലെ, ഈ വന്നോന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ നിൻ്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു, നീ ഫോൺ എടുത്തില്ല. നമ്പർ അറിയില്ലല്ലോ ഇക്ക. ഞാൻ വന്നത് മുതലേ വലിയ തിരക്കിലായിരുന്നു. പുതിയ ഫോണിൽ ആരുടെയും നമ്പറില്ല. ആരിക്കേ വിളിച്ചു, ആർക്കൊക്കെ തിരിച്ചും വിളിച്ചു. അതെ അതെ, അയാൾ അല്പം ഗൗരവത്തിൽ പറഞ്ഞു. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ജമാലെ. ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നിനക്ക് ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നു. നിൻ്റെ ആദ്യത്തെ കല്യാണം നടത്തി തരാൻ ഞാൻ മുന്നിലുണ്ടായിരുന്നല്ലോ. നിൻ്റെ വീട്ടുകാരൊക്കെ എതിർത്തപ്പോൾ ഒരു എത്തിയും കുട്ടിക്കൊരു ജീവിതമാട്ടെ എന്ന് കരുതി എല്ലാവരോടും സംസാരിച്ച് കാര്യങ്ങൾ ഒരു തീരുമാനമാക്കി തന്നത് ഞാനായിരുന്നു. എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്നോടൊരു വാക്കുപോലും ഈ പറഞ്ഞില്ലല്ലോ. എന്തു ചെയ്തു എന്നാണ് ഇക്ക പറയുന്നത്? അൽസോജത്തോട് ജമാൽ ചോദിച്ചു. അയാളുടെ മുഖത്ത് ഗൗരവം നിറയുന്നത് ജമാൽ കണ്ടു. ജമാലേ, ഇതൊന്നും ഒളിക്കണ്ടട്ടോ. എല്ലാം എനിക്കറിയാം. ഈ വീട്ടിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. എന്നാലും ഒരു എത്തിയും കുട്ടിനോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഈ എൻ്റെ ബാപ്പാനെ പറയിക്കരുതട്ടോ. ഇനി ഒരക്ഷരമുണ്ടേത്, ജമാൽ ദേഷ്യത്തോടെ പറഞ്ഞു. പെട്ടെന്ന് നബീസു അങ്ങോട്ട് വന്നു. അയാൾ പറഞ്ഞതൊക്കെ അവരും കേട്ടിരുന്നു. നിങ്ങളൊന്ന് കാണണമെന്ന് ഞാനും കരുതിയതാണ്. അന്ന് നിങ്ങളൊറ്റ നിർബന്ധത്തിലാണ് ഇവൻ്റെ കല്യാണം നടന്നത്. എൻ്റെ ജമാലിന് എത്രയോ നല്ല പെൺകുട്ടികൾ കിട്ടായിരുന്നു. അല്ല, നിങ്ങൾക്ക് ഞങ്ങളോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? എനിക്കോ? എന്ത് ദേഷ്യം? അറിയാതെ അയാൾ ചോദിച്ചു. അല്ലാതെ പിന്നെ ഒരു വകക്കും കൊള്ളാത്ത ഒരുത്തിയെ എൻ്റെ മോൻ്റെ തലയിലേക്ക് കെട്ടിവെച്ച് കൊടുത്ത് നിങ്ങളല്ലേ. അന്ന് നിങ്ങൾക്ക് നല്ല കമ്മീഷൻ കിട്ടിക്കാണുമല്ലേ? കായ് കിട്ടിയെങ്കിൽ അത് ഈ മുണങ്ങിയിട്ടുണ്ട്. താത്ത, ഇതൊക്കെ മുകളിൽ ഒരാൾ കേൾക്കുന്നുണ്ടെന്ന കാര്യം മറക്കണ്ട. ഏതായാലും പള്ളിക്കമ്മിറ്റി ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ കൂടിയാണ് ആ കുട്ടിയെ എനിക്ക് കല്യാണം കഴിച്ചു തന്നത്. കാര്യങ്ങളൊക്കെ അറിയാൻ ഞങ്ങൾ വൈകി. നിൻ്റെ ഭാര്യയോട് പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവൾ ഇതുവരെ നിന്നെക്കുറിച്ചും നിൻ്റെ ഉമ്മാനെക്കുറിച്ചോ പെങ്ങളെക്കുറിച്ചോ ഒരു തെറ്റും ആരോടും പറഞ്ഞിട്ടില്ല. നല്ലൊരു പെൺകുട്ടിയായിരുന്നു അവൾ. നിക്കാഹ് നടത്തി തന്നെ കമ്മിറ്റി എന്ന നിലയ്ക്ക് ഞങ്ങൾക്കും കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ. ഏതായാലും നിങ്ങളെ അങ്ങനെ വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. കേസാണെങ്കിൽ അങ്ങനെ, അതല്ല വേറെ ഏതെങ്കിലും വഴിയാണെങ്കിൽ അങ്ങനെ. ഞങ്ങൾ വിചാരിച്ചാലും ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കും. ഈ അധികം നെളിയേണ്ട ജമാലെ. അതും പറഞ്ഞ് അയാൾ ഇറങ്ങിപ്പോയി. ഓനോട് പോയി പണി നോക്കാൻ പറ. ഓൻ്റെ ഒരു പള്ളി കമ്മിറ്റിയും. നബീസുവിന് എത്ര പറഞ്ഞിട്ടും ദേഷ്യം തീരുന്നില്ല. അവർ അയാൾ പോയ വഴിയിൽ നോക്കി എന്തൊക്കെയോ പിറുപിറുത്തു. ഓല് എത്ര വിചാരിച്ചാലും ഒരു അലക്കുകയും ചെയ്യാൻ പറ്റൂല. ഒരു പള്ളി കമ്മിറ്റിക്കാരും വന്നിരിക്കുന്നു. ജമാൽ ഒന്നും പറഞ്ഞില്ല. പകരം അയാൾ അല്പം പരിഭ്രമത്തോടെ തിരിഞ്ഞു നോക്കി. ജാസ്മിൻ ഇതെങ്ങാനും കേൾക്കുന്നുണ്ടോ എന്നായിരുന്നു അയാളുടെ നോട്ടം. ഭാഗ്യത്തിന് അവൾ അവിടെ എവിടെയും ഉണ്ടായിരുന്നില്ല. നീ ഏതായാലും പള്ളി വരെ ഒന്ന് പോകണം ജമാലെ. എന്നിട്ട് മോലിയാരി കുട്ടിക്കുള്ള ചിലവ് നിർത്താണെന്ന് പറഞ്ഞു. എനിക്കെന്തായാലും വെച്ച് വിളമ്പി കൊടുക്കാൻ പറ്റൂല. എൻ്റെ ഓൾ അതിന് തീരെ കിട്ടൂല. അപ്പോൾ പിന്നെ എല്ലാം നിർത്തുകയാണ് നല്ലത്. ആയിക്കോട്ടെ അമ്മ. ജമാൽ പതിയെ തലയാട്ടി. ഇനി പള്ളിക്കമ്മിറ്റിക്കാരെന്തെങ്കിലും കേസെടുക്കോ? പെട്ടെന്നായിരുന്നു നബീസുവിൻ്റെ ആ ചോദ്യം. ഉമ്മയുടെ ചോദ്യം കേട്ട് ജമാൽ ഒന്ന് പരിങ്ങി. പള്ളിക്കമ്മിറ്റിക്കാർ കേസ് കൊടുത്താൽ തൻ്റെ ഗൾഫിലേക്കുള്ള തിരിച്ചുപോക്ക് മുടങ്ങുമെന്ന് അയാൾ ഒരു നെഞ്ചുറപ്പോടെ ഓർത്തു. ഗൾഫിലേക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അതോടെ എല്ലാത്തിനും അവസാനമാകുമെന്നും അയാൾക്ക് തോന്നി. എന്ത് പ്രശ്നം? ധൈര്യത്തോടെ ജമാൽ പറഞ്ഞു. പള്ളിക്കമ്മിറ്റി ഒരു കുഴപ്പമുണ്ടാക്കൂല. ഇയാൾ എന്നോട് നേരത്തെ പൈസ ചോദിച്ചിരുന്നു. ഞാനത് കൊടുത്തിട്ടില്ല. അതിൻ്റെ ദേഷ്യം കാണിക്കായിരിക്കും. അല്ലാതെ പള്ളിക്കമ്മിറ്റിക്കാർക്കൊക്കെ കേസിന് പോകാൻ എവിടെ ഉമ്മ സമയം? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും ഈ ഒരു പള്ളി വരെ പോയി നോക്കി ഒരു സൂചന കൊടുക്കുന്നത് നല്ലതല്ലേ. നാളെ എന്തെങ്കിലും കേസ് വന്നാൽ അപ്പോൾ തന്നെ പറഞ്ഞു വെക്കുന്നത് ബലമായിരിക്കും. ജമാൽ ഒന്നും മൂളി. ആലോചിച്ചപ്പോൾ ഉമ്മ പറയുന്നത് ശരിയാണെന്ന് അയാൾക്ക് തോന്നി. അയാൾ നേരെ പള്ളിയിലേക്ക് നടന്നു. അവിടെ ചെല്ലുമ്പോൾ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ജമാലിനെ കണ്ടപ്പോൾ അയാൾ വിടർന്ന ചിരിയോടെ സലാം പറഞ്ഞു. ജമാൽ സലാം മടക്കി. അല്ല, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അയാൾ കുശലം ചോദിക്കുന്നത് കേട്ടപ്പോൾ കാര്യങ്ങളൊന്നും അയാൾ അറിഞ്ഞിട്ടില്ല എന്ന് ജമാലിന് തോന്നി. ജമാൽ അതിന് മറുപടി പറഞ്ഞു. ഞങ്ങൾ നിൻ്റെ വീട് വരെ ഒന്ന് വരണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അറിയാതെ ജമാലിൻ്റെ കണ്ണുകൾ എന്ന് വെട്ടി. എന്താണ് അയാൾ പറഞ്ഞു വരുന്നത് എന്നറിയാനായി അവൻ കാതുകൾ കൂർപ്പിച്ചു. പള്ളി പുതുക്കി പണിയുന്ന കാര്യമൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമ്മുടെ അടുത്തുള്ള മഹലിലെ പള്ളികളെല്ലാം
പുതുക്കി പണി കഴിഞ്ഞു. നമ്മുടെ മഹലിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ പള്ളിയാണ്. ഇപ്പോൾ പള്ളിയിൽ തീരെ സൗകര്യമില്ല. നമ്മുടെ ഉപ്പ വല്യപ്പന്മാരൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അന്നത്തെ സൗകര്യങ്ങൾ വെച്ചുണ്ടാക്കിയതല്ലേ. ഒന്ന് വലുതാക്കി എടുക്കണം. നല്ല പൈസക്ക് ചിലവുണ്ട് കേട്ടോ. ജമാലിൻ്റെ കയ്യിൽ നിന്ന് നല്ലൊരു തുക കമ്മിറ്റി പ്രതീക്ഷിക്കുന്നുണ്ട്. നിന്റെ ഇക്കാക്കമാരൊക്കെ പൈസ തന്നു കഴിഞ്ഞു. നീ നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് അവർ പറഞ്ഞപ്പോൾ ഗൾഫിലേക്ക് നിന്നെ വിളിക്കാത്തതാണ്. സാധാരണഗതിയിൽ ജമാൽ ഇത്തരം കാര്യങ്ങൾക്ക് അധികം പൈസ ചിലവഴിക്കാറില്ല. കമ്മിറ്റിക്കാരെ പിണക്കുന്നത് ശരിയല്ല എന്ന് അയാൾക്ക് തോന്നി. ഭാവിയിൽ കേസോ കാര്യങ്ങളോ വരുമ്പോൾ ഇപ്പോൾ സഹകരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. അതൊക്കെ നമുക്ക് ചെയ്യാം. നമ്മുടെ പള്ളിയല്ലേ. എന്താണ് വേണ്ടത് എന്ന് ഇക്ക പറഞ്ഞാൽ മതി. അയാൾ അത്ഭുതത്തോടെ കണ്ണുകൾ മിഴിച്ചു. ജമാലിൻ്റെ കയ്യിൽ നിന്നും അങ്ങനെ കൂടുതലൊന്നും ചാടില്ല എന്നായിരുന്നു അയാൾ കരുതിയത്. എല്ലാവരുടെയും അഭിപ്രായം അതുതന്നെയാണ്. പള്ളിയുടെ ഒരു കാര്യവുമായും ജമാൽ അങ്ങനെ സഹകരിക്കാറില്ല. എന്നാൽ അവൻ്റെ ഇക്കമാർ അങ്ങനെയല്ല. അവരോട് വിളിച്ചു പറയേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. നാട്ടിലെ ഏത് കാര്യത്തിന് വേണമെങ്കിലും കഴിയുന്നത് പോലെ അവർ സഹായിക്കും. അൽഹംദുലില്ലാഹ്. എന്നാൽ നീ തന്നെ ഒരു തുക പറ. ഇനി ഞാൻ പറഞ്ഞിട്ട് കുറഞ്ഞു പോയി എന്നോ കൂടിപ്പോയി എന്നോ പരാതി വേണ്ടല്ലോ. ജമാൽ അല്പം ഒന്ന് ആലോചിച്ചു. ബാങ്കിൽ അത്യാവശ്യത്തിന് പണമുണ്ട്. അതിൽ നിന്ന് കുറച്ച് എടുത്താലും ഒരു കുഴപ്പവുമില്ല. ഇക്കാക്കമാരൊക്കെ എത്രയാണ് തന്നത്? 2 ലക്ഷം വീതം അവർ തന്നു. അവൻ്റെ കണ്ണുകളൊന്ന് തള്ളിയെങ്കിലും അവനത് പെട്ടെന്ന് മറച്ചു പിടിച്ചു. എൻ്റേതും ഒരു 2 ലക്ഷം എഴുതിക്കോ. പൈസ നാളെ ഞാൻ എടുത്തു തരാം. നമ്മുടെ പള്ളിയല്ലല്ലോ. കാര്യങ്ങളൊന്നും മോശമാകാൻ പാടില്ലല്ലോ. അയാൾ സന്തോഷത്തോടെ തലയാട്ടി. അപ്പോഴേക്കും 2-3 കമ്മിറ്റിക്കാർ കൂടി അങ്ങോട്ട് വന്നു. ജമാൽ സാഹിബിൻ്റെ 2 ലക്ഷം കേട്ടോ. പ്രസിഡന്റ് പറഞ്ഞത് കേട്ട് അവരുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. ജമാലിൻ്റെ കയ്യിൽ നിന്ന് 10,000 കിട്ടിയാൽ ലാഭം എന്നായിരുന്നു അവരൊക്കെ വിചാരിച്ചത്. അപ്രതീക്ഷിതമായി അയാൾ 2 ലക്ഷം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. എനിക്കൊരു കാര്യം പറയാൻ കേട്ടോ. എല്ലാവരുടെയും മുഖത്ത് നോക്കി ജമാൽ പറഞ്ഞു. ഞാൻ ഈ മാസം തന്നെ എല്ലാവരെയും കൊണ്ട് ഗൾഫിലേക്ക് പോകും. ഞങ്ങൾക്ക് കുറച്ച് യാത്രകളൊക്കെയുണ്ട്. തൽക്കാലം പോയി വരുന്നത് വരെ ഉസ്താദിൻ്റെ ചെലവൊന്ന് മാറ്റി വെക്കണം. വേറെ വീടില്ലെങ്കിൽ പൈസ ഞാൻ തരാം. ഹോട്ടലിൽ പോയി കുടിക്കാമല്ലോ. അതൊന്നും വേണ്ട, വേറെ വീട് ഏൽപ്പിക്കാം. ജമാൽ പതിയെ തലയാട്ടി. തൻ്റെ നിക്കാഹ് കഴിഞ്ഞ കാര്യം പറയണോ വേണ്ടയോ എന്ന് അയാൾ ആലോചിച്ചു. തൽക്കാലം അത് പറയണ്ട എന്ന് കരുതി. പൈസ കൊടുത്തതിന് ശേഷം പ്രസിഡന്റിനോട് സ്വകാര്യമായി പറയാം. എല്ലാവരോടും പറയാതിരിക്കുന്നതാണ് ഇപ്പോൾ നല്ലത്. എന്നാൽ പിന്നെ ഞാൻ പോട്ടെ. എല്ലാവരോടുമായി സലാം പറഞ്ഞ് ജമാൽ നടന്നുപോയി. ഇവനൊക്കെ നന്നായില്ലേ. എവിടെ? ആരോ പറഞ്ഞു. ഇവൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റമില്ല. എന്തിനാണ് ഈ 2 ലക്ഷം തരാമെന്ന് പറഞ്ഞതെന്ന് ആർക്കെങ്കിലും അറിയോ? അതൊക്കെ അറിയാം. കേസ് വരുമ്പോൾ നമ്മൾ അവൻ്റെ കൂടെ നിൽക്കാൻ. അതെന്നെ, അല്ലാതെന്ത്. അതെന്നെ. എന്തായാലും ആ ആചാര കാര്യമാണ് കഷ്ടം. ഇവൻ്റെ ഉമ്മ അങ്ങനെ ഒരു സാധനം. ആ വീടിൻ്റെ മുറ്റത്തേക്ക് കാലെടുത്താൽ വെക്കാൻ തോന്നൂല. ഇവൻ്റെ ഭാര്യ ഉള്ളതുകൊണ്ടാണ് അയാൾ ഇത്ര കാലമെങ്കിലും ജീവിച്ചത്. എന്തൊക്കെയായാലും അവൾ അയാളെ നന്നായി നോക്കിയിരുന്നു. ഒരു വേലക്കാരിൻ്റെ സ്ഥാനം പോലും ഇവൻ്റെ ഉമ്മയും പെങ്ങളും ഓൾക്ക് കൊടുത്തിട്ടില്ല. ഞാൻ ഓളോട് 2-3 തവണ കേസ് കൊടുക്കാൻ പറഞ്ഞതാണ്. പണമൊക്കെ സംഘടിപ്പിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഓള് സമ്മതിച്ചില്ല. എന്നെങ്കിലും ഒരിക്കൽ എല്ലാം നന്നാവും എന്നായിരുന്നു അന്ന് ഓള് എന്നോട് പറഞ്ഞത്. പാവം ആ കുട്ടിൻ്റെ ഒരു വിധി. അവർ സംസാരിക്കുന്നത് കുറച്ചൊക്കെ ജമാൽ കേട്ടിരുന്നു. അവൻ കൂടുതൽ വേഗതയിൽ നടന്നു. 2 ലക്ഷം കൊടുക്കുന്നത് കൊണ്ട് കമ്മിറ്റിക്കാർ ഇനി തൻ്റെ കൂടെ നിൽക്കുമെന്ന് അവന് അറിയാമായിരുന്നു. അവൻ വീട്ടിലെത്തുമ്പോൾ ജാസ്മിൻ പുറത്ത് തന്നെയുണ്ടായിരുന്നു. അവന് അവളുടെ മുഖത്തേക്ക് നോക്കാൻ ഭയം തോന്നി. എന്നാൽ അവളുടെ മുഖത്ത് പുഞ്ചിരിയാണെന്ന് കണ്ടു. അയാൾക്ക് സമാധാനമായി. അല്ല, നിങ്ങൾ എവിടെ പോയതായിരുന്നു? ഞാൻ പള്ളി വരെ ഒന്ന് പോയതായിരുന്നു. പള്ളിപ്പണി നടക്കുകയല്ലേ. അപ്പോൾ നമ്മുടെ വകയായി കുറച്ച് പണം കൊടുക്കുക എന്ന് കരുതി. അത് നന്നായി. എത്ര രൂപയാണ് നിങ്ങൾ കൊടുക്കുന്നത്? അത് തീരുമാനിച്ചിട്ടില്ല. അവരോട് ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജാസ്മിൻ ഒന്ന് മൂളി. നമുക്കേ ഒരു സ്ഥലം വരെ പോകണം. ഞാൻ ഗൾഫിൽ വെച്ച് പറഞ്ഞത് ഓർമ്മയില്ലേ? എൻ്റെ ഒരു പ്രോപ്പർട്ടി അവിടെ കിടപ്പുണ്ടല്ലോ. എന്താണ് അതിൻ്റെ അവസ്ഥ എന്നറിയണം. അതിൻ്റെ അടുത്തുകൂടെ ഹൈവേ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ വിറ്റാലേ അതിന് നല്ല വില കിട്ടും എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അത് വിൽക്കണോ? പെട്ടെന്നായിരുന്നു ജമാലിൻ്റെ ചോദ്യം. സ്ഥലത്തിനും സ്വർണത്തിനും ഡിമാൻഡ് കൂടുകയുള്ളൂ. അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ നമുക്കതിൻ്റെ അസറ്റായിരിക്കും. ജാസ്മിൻ ഒന്നും മൂളി. അല്ല, ഉമ്മയുടെ അകത്ത് കയറിയപ്പോൾ ആളും അനക്കവും ഒന്നും കാണാത്തത് കൊണ്ട് ജമാൽ ചോദിച്ചു. എനിക്കറിയില്ല. കുറച്ചു മുമ്പ് ഇവിടെ ആരോടോ സംസാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ അങ്ങോട്ട് പോയി കാണാം. ഇക്കയുടെ വീട്ടിലേക്ക് ആയിരിക്കുമെന്ന് ഉമ്മ പോയതെന്ന് ജമാലിന് തോന്നി. അവിടെ 2 ഇക്കമ്മയുടെ മക്കളുമുണ്ട്. ഇത്തയുടെ ആരും അവിടെ വന്നിട്ടുണ്ട്. ആരാണെന്ന് ഇതുവരെ പോയി നോക്കിയിട്ടില്ല.
നാളെ ഡിസ്ചാർജ് ആവുമല്ലേ? ജാസ്മിൻ ചോദിച്ചത് കേട്ട് ജമാൽ അറിയില്ല എന്ന് പറഞ്ഞു. ഒന്ന് പോയി നോക്കായിരുന്നു. എത്ര ആണെങ്കിലും നിങ്ങളെ ഇത്ര കാലം നന്നായി നോക്കിയതല്ലേ, പോകാതിരിക്കുന്നത് മോശമാണ്. ജാസ്മിൻ പറയുന്നത് കേട്ട് ജമാൽ അവളെ ഒന്ന് നോക്കി. പോയി നോക്കണമെന്ന് അയാൾക്കും തോന്നി. പക്ഷേ ഇത്രയും ദിവസം തിരിഞ്ഞു നോക്കാതെ ഇന്ന് പോയി നോക്കിയാൽ ചിലപ്പോൾ ഇത്തമാർ വയറു നിറയെ ചീത്ത പറയും. സെലീനയെ അയാൾക്ക് ഭയമില്ല. പക്ഷേ ലൈല അങ്ങനെയല്ല. ആരോടെ മുഖത്തടിച്ചതുപോലെ അവൾ കാര്യം പറയും. അവർ രണ്ടുപേരും അവളുടെ കൂടെ ഉണ്ടല്ലോ എന്നോർത്തപ്പോൾ അയാൾ പോകുന്നില്ല എന്ന് മനസ്സിലുറപ്പിച്ചു. അത് വേണ്ട, ഏതായാലും ഡിസ്ചാർജ് ആവട്ടെ. വെറുതെ ഞാൻ പോയി അവൾക്കൊരു പ്രതീക്ഷ കൊടുക്കണ്ടല്ലോ. എന്നെ കാണുമ്പോൾ ചിലപ്പോൾ അവൾ കരയും. വെറുതെ എന്തിനാണ് ഒരു സീൻ ഉണ്ടാക്കുന്നത്? ഇപ്പോഴാണെങ്കിൽ ഹോസ്പിറ്റലിലേക്കുള്ള മുഴുവൻ പൈസയും ഞാൻ കൊടുത്തു. ഒരു മാസം മറ്റേ സ്ഥലത്ത് നിൽക്കാനുള്ള പൈസയും കൊടുത്തു. ഇനിയിപ്പോൾ എന്താ? ഇനി വേണമെങ്കിൽ കുറച്ചുകൂടി പൈസ കൊടുക്കാം. ജാസ്മിൻ അയാളെ ഒന്ന് നോക്കി. അല്ല, ശരിക്കും നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? അവളുടെയും മക്കളെയും കാര്യത്തിൽ നിങ്ങൾ എന്താണ് കരുതിയത്? രണ്ടും പെൺകുട്ടികളാണ്. സാബി കേസിന് പോയാലേ നല്ലൊരു സംഖ്യ അവർക്ക് കൊടുക്കേണ്ടി വരും. ചിലവ് കാശും കൊടുക്കേണ്ടി വരും. അത് വല്ലതും ഓർമ്മയുണ്ടോ? ജമാൽ പതിയെ തലകുലുക്കി. കേസിന് പോയാലേ കോടതി അവരെ ഭാഗം നിൽക്കും. കാരണം നീതി അവരെ കൂടെയാണല്ലോ. നമ്മൾ ഗൾഫിലേക്ക് പോകുന്നതിന് മുമ്പേ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം കേട്ടോ. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കണം. പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. എന്ത് പ്രശ്നം? ആ ചോദ്യം കേട്ട് രണ്ടുപേരും അറിയാതെ തിരിഞ്ഞു നോക്കി. നബീസു ആയിരുന്നു അത്. ഉമ്മ എപ്പോഴാണ് അകത്തേക്ക് വന്നതെന്ന് രണ്ടുപേർക്കും മനസ്സിലായില്ല. പറഞ്ഞതൊക്കെ ഉമ്മ കേട്ട് കാണുമെന്ന് ജാസ്മിന് തോന്നി. എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും ഉണ്ടാവാൻ പോകുന്നില്ല. പുകഞ്ഞു കൊള്ളി പുറത്ത് എന്ന് കരുതിയാൽ മതി. ആരും അവളെ കാണാൻ പോകണ്ടട്ടോ. സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോകാൻ നിന്നവളല്ലേ. ഒരു മാസം സമയമുണ്ടല്ലോ. അതിനുള്ളിൽ നമ്മളൊക്കെ സൗദിയിലേക്ക് പോകില്ലേ? അവർക്ക് കുറച്ച് പൈസ കൊടുക്കാം, എങ്ങനെയെങ്കിലും ജീവിച്ചോളും. ജാസ്മിൻ്റെ കണ്ണുകൾ മെലിഞ്ഞുപോയി. ഉമ്മ ഇങ്ങനെ പറയുമെന്ന് അവർ കരുതിയില്ല. സാബി ആ രണ്ട് മക്കളെയും കൊണ്ട് എങ്ങനെ ഇവിടെ ജീവിച്ചു എന്നായിരുന്നു അവൾ ചിന്തിച്ചത്. രണ്ട് കുഞ്ഞു മക്കളില്ലേ? അവൾക്ക് പോകാൻ ഒരു ഇടവുമില്ല എന്നല്ലേ പറഞ്ഞത്? ആ നിലയ്ക്ക് അവർക്കെങ്കിലും ഒരു ആശ്രയമാക്കി കൊടുക്കണ്ടേ? അവളുടെ ചോദ്യം കേട്ട് ജമാലും നബീസും പരസ്പരം നോക്കി. പിന്നെ അങ്ങനെയൊക്കെ നോക്കാൻ നിന്നാലേ പിന്നെ അതിനെ സമയം കാണൂ. ഓൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരാലോ. നിങ്ങൾ എന്തായാലും ഗൾഫിലേക്ക് പോകുമല്ലോ. പിന്നെ എപ്പോഴാണ് വരുന്നതെന്ന് ആർക്കറിയാം. അവളും മക്കളും ഇവിടെ വന്ന് നിൽക്കട്ടെ. അതല്ലേ അതിൻ്റെ ശരി. ഇവിടെ ഉപ്പയെ നോക്കാനും ആൾ വേണമല്ലോ. ഉമ്മ ഒരു നടക്ക് പോകില്ല എന്ന് ജാസ്മിന് ഉറപ്പായി. അതോടെ അവൾ വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് നടന്നുപോയി. ആ പോക്ക് കണ്ട് നബീസു ഒന്ന് ചിരിച്ചു. സുബിഹ് ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ സാബി ഉണർന്നു. അറിയാതെ അവളുടെ കൈ ബെഡിൽ തിരിയുകയായിരുന്നു. അപ്പോഴാണ് കുഞ്ഞില്ലല്ലോ എന്ന കാര്യം അവർക്ക് ഓർമ്മ വരുന്നത്. കുറച്ചു സമയം അവൾ അങ്ങനെ തന്നെ കിടന്നു. മക്കൾ രണ്ടുപേരും സെലീനയുടെയും ലൈലയുടെയും കൂടെ അടുത്ത ബെഡിലും നിലത്ത് ബെഡ്ഷീറ്റ് വിരിച്ചും കിടക്കുകയാണ്. രാത്രി ഒരുപാട് വൈകിയാണ് അവർ സംസാരിച്ച് ഉറങ്ങാൻ കിടന്നത്. അതുകൊണ്ട് തന്നെ അവർ ഉണരാൻ വൈകുമെന്ന് സാബിക്ക് അറിയാമായിരുന്നു. അവൾക്ക് വല്ലാതെ നെഞ്ചു വേദനിക്കുന്നത് പോലെ തോന്നി. ആദ്യത്തെ 2 പ്രസവത്തിലും അവൾക്ക് പാൽ കുറവായിരുന്നു. എന്നാൽ ഇത്തവണ കുഞ്ഞു മരിച്ചിട്ട് കൂടി നെഞ്ചു വല്ലാതെ വിങ്ങുകയാണ്. അവൾ പതിയെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു. വാഷ് ബേസിനിലേക്ക് മുലപ്പാൽ പിഴിഞ്ഞ് ഒഴിച്ചു കഴിയുമ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത വേദന തോന്നി. തൻ്റെ കുഞ്ഞു കുടിക്കേണ്ട പാലാണ് ഈ കളയുന്നത്. ഡോക്ടറോട് ഇക്കാര്യം ചോദിച്ചാലോ എന്ന് അവർ വിചാരിച്ചു. കുട്ടികൾക്ക് കൊടുത്താലോ എന്നായിരുന്നു അവളുടെ ചോദ്യം. അത് വേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പോൾ പാലുണ്ടെങ്കിലും കുടിക്കാൻ കുഞ്ഞില്ലാത്തതിനാൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അത് വറ്റിപ്പോകുമെന്നായിരുന്നു ഡോക്ടർ മറുപടി പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് നല്ല ആശ്വാസം തോന്നി. ശേഷം പ്രഭാത കൃത്യങ്ങൾ നിർവഹിച്ച് അവൾ പുറത്തേക്കിറങ്ങി. ലൈലയും സെലീനയും അപ്പോഴേക്കും എണീറ്റിരുന്നു. രാത്രി നിങ്ങൾ കിടക്കാൻ ഒരുപാട് വൈകിയില്ലേ? ലൈല ചോദിച്ചത് കേട്ട് സെലീന തലയാട്ടി. ഇന്നത്തെ രാത്രി കൂടെയല്ലേ നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് താമസിക്കാൻ കഴിയൂ എന്നോർത്ത് സംസാരിച്ചതാ. ഉറക്കം വന്നില്ല. സാബി വിഷമത്തോടെ മന്ദഹസിച്ചു. നീ വിഷമിക്കണ്ട സാബി, രാവിലെ തന്നെ ഡിസ്ചാർജ് ചെയ്ത് തരാം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ബില്ലൊക്കെ സെറ്റായി വരുമ്പോഴേക്കും 3 മണിയാവും. 3:30 മണിക്ക് അവിടെ എല്ലാം സെറ്റാവും. ഇവിടെ നിന്ന് നേരെ നമുക്ക് അങ്ങോട്ട് പോകണം. അവിടെ അടിപൊളിയാണെന്നാണ് കേട്ടത്. കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ട് വരെ ഉണ്ടത്രേ. 2-3 പേർക്ക് കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണമെല്ലാം അവിടുന്ന് കിട്ടും. കുഞ്ഞില്ലാത്തത് കൊണ്ട് കൂടെ ആൾ നിന്നില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് അവർ പറഞ്ഞത്. അത് കേട്ട് സാബി അറിയാതെ ഒന്ന് വിതുമ്പി.
ലൈല അവളുടെ തോളിൽ കൈവച്ച് ആശ്വസിപ്പിച്ചു. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല മോളെ. കുഞ്ഞു മരിച്ചുപോയി എന്ന സത്യം നീ ഉൾക്കൊള്ളണം. നിനക്കിപ്പോഴും 2 കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ ഭാവി മാത്രമായിരിക്കണം നിന്റെ ലക്ഷ്യം. ഇടയ്ക്ക് ഞങ്ങൾ 2 പേരും നിന്നെ വന്ന് കണ്ടോളാം. പണത്തിൻ്റെ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട കേട്ടോ. എല്ലാം ഞങ്ങൾ ജമാലിൻ്റെ അടുത്തുനിന്ന് വാങ്ങിത്തരാം. അവനെ അങ്ങനെ വിട്ടാൽ പറ്റൂല. അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും എന്തെങ്കിലും ജോലി കൂടി കണ്ടെത്താം. ഇനി ജോലിയൊന്നും ഇല്ലെങ്കിലും നിനക്കും കുഞ്ഞുങ്ങൾക്കും കഴിയാൻ ഒരു ബുദ്ധിമുട്ടും വരാൻ ഞങ്ങൾ സമ്മതിക്കൂല. അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉമ്മാക്കും ജമാലിനും ഈ ലൈലയെ ശരിക്കും അറിയില്ല. ജമാലെ കൊണ്ട് ഞാൻ എല്ലാ പണവും കൊടുപ്പിക്കും. അല്ലെങ്കിൽ ഇനി ജീവിതത്തിലെ അവർക്ക് സമാധാനം കിട്ടില്ല. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അമ്മ അതിന് ചെറ്റത്തതാണ് അവരെ നിന്നോട് കാണിച്ചത്. സാബി ഒന്ന് മൂളി. ലൈല പറയുന്നത് മുഴുവൻ കാര്യമാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു. എങ്കിലും നേരിയ അസ്വസ്ഥത ഇപ്പോഴും മനസ്സിലുണ്ട്. കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. കുഞ്ഞിനെ കാണുമ്പോൾ കുറേ ടെൻഷൻ മാറുമായിരുന്നു. ഇതിപ്പോൾ ഇത്തമാർ കൂടെയുണ്ടായിട്ടാണ്. അവർ ഏത് സമയം തൻ്റെ കൂടെയുണ്ട്. താൻ ഒറ്റയ്ക്കാണെങ്കിൽ ടെൻഷൻ പഠിക്കുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഓരോ തമാശകളും കാര്യങ്ങളും പറഞ്ഞ് അവർ എപ്പോഴും തൻ്റെ കൂടെ തന്നെ നിൽക്കുന്നു. താൻ ഉറങ്ങിയെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് അവർ ഉറങ്ങുന്നത്. 2 പേരും ഒരുമിച്ച് പുറത്തേക്ക് പോകാറുമില്ല. ആരെങ്കിലും ഒരാൾ എപ്പോഴും സംസാരിച്ചുകൊണ്ട് കൂടെ കാണും. അവരുടെ ഈ കരുതൽ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ നിലയിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴും സമനില തെറ്റി ഭ്രാന്തിയെപ്പോലെയാകുമായിരുന്നു. ശരിക്കും എനിക്ക് ആരുമില്ലാത്തത് കൊണ്ടാണ് അല്ലേ? സാബിയുടെ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാവാതെ 2 പേരും അവളെ നോക്കി. എനിക്ക് ഉമ്മയും ഉപ്പയും ഉണ്ട്. സഹോദരങ്ങളും ഉണ്ടെങ്കിൽ ഇക്കയും ഉമ്മയും എന്നോട് ഇങ്ങനെ പെരുമാറുമായിരുന്നില്ല അല്ലേ ഇത്ത? ആ ചോദ്യത്തിന് 2 പേർക്കും മറുപടി ഉണ്ടായില്ല. ആലോചിച്ച് നോക്കിയപ്പോൾ അത് സത്യമാണെന്ന് അവർക്കും തോന്നി. ഒരു പരിധിയിൽ കൂടുതൽ ഒരാളെയും ആർക്കും വിഷമിപ്പിക്കാൻ പറ്റില്ല. ചോദിക്കാൻ ആരുമില്ലാത്തവരാണെങ്കിൽ എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും. അത് ശരിയാണ്, സെലീന പെട്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ തന്നെയാണ്. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഉമ്മ എന്നെയും കുറേ കഷ്ടപ്പെടുത്തി. എൻ്റെ വീട്ടുകാരുടെ സ്വഭാവം മാറുമെന്ന് കണ്ടപ്പോഴാണ് ഉമ്മ എന്നോട് നല്ല സ്വഭാവം കാട്ടിയത്. അതുവരെ എന്നെ ശരിക്കും കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. എന്നെ മാത്രമല്ല, ഉമ്മ നിന്നെയും കുറേ കഷ്ടപ്പെടുത്തിയില്ലേ? ലൈലയോടായിരുന്നു ആ ചോദ്യം. അവൾ പതിയെ തലയാട്ടി. ഞാൻ പിന്നെ ആദ്യം സ്ട്രോങ് ആണെന്ന് ഉമ്മാക്ക് തോന്നി. അതുകൊണ്ട് എന്നോട് അല്പം അകലട്ടാണ് ഉമ്മ പെരുമാറിയത്. വിവാഹം കഴിഞ്ഞ ആദ്യത്തെ മാസം തന്നെ ഉമ്മയോട് ഞാൻ ഒരു കാര്യം തിരിച്ചു പറഞ്ഞിരുന്നു. അത് അന്ന് പത്തിച്ചിട്ടയായി ഉമ്മ ഇക്കാനോട് പറഞ്ഞു കൊടുത്തു. അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇക്ക എന്നെ തല്ലി. അതിന് ഞാൻ കുറച്ച് സീനുണ്ടാക്കി. എൻ്റെ എളാപ്പമാരും ആങ്ങളാരൊക്കെ വീട്ടിൽ വന്നു. ഉമ്മ ശരിക്കും പേടിച്ചു പോയി. അതിനുശേഷം ഉമ്മ നല്ലതുപോലെ ആലോചിച്ച് മാത്രമേ എന്നോട് കളിക്കാൻ വരുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ചോദിക്കാൻ ആളില്ലെങ്കിൽ ഉമ്മ ശരിക്കും ഒരു വൃത്തികെട്ട സ്വഭാവം കാണിക്കും. അതെ എനിക്കും തോന്നി. എന്തോ ഓർത്തുകൊണ്ട് സാബി പറഞ്ഞു. ഈയിടെ അടുത്ത് തന്നെ നിന്നെയൊന്നും തല്ലിക്കൊന്നാൽ പോലും ആരും ചോദിക്കാൻ വരില്ല എന്ന് ഉമ്മ പറഞ്ഞു. അതുകൊണ്ടായിരിക്കും ആ വീട്ടിലിട്ട് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിയത്. ഏതായാലും ഇപ്പോൾ ഞാൻ രക്ഷപ്പെട്ടല്ലോ. ഇനി എന്തായാലും പട്ടിണി കിടന്ന് മരിച്ചാലും എൻ്റെ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ ആ വീട്ടിലേക്ക് പോകില്ല. ഉമ്മാക്ക് പെൺകുട്ടികളെ തീരെ ഇഷ്ടമല്ല. എൻ്റെ ഈ കുഞ്ഞു മക്കളോട് ഉമ്മ ഇതുവരെ സ്നേഹത്തോടെ ഒന്ന് മിണ്ടിയിട്ട് കൂടിയില്ല. പെൺമക്കളായി പിറന്നത് അവരെ കുറ്റല്ലല്ലോ. എൻ്റെ മക്കൾ എപ്പോഴും ചോദിക്കും, ഉമ്മ ഉമ്മ വെച്ചിട്ട് കൂടെയില്ല. അതൊക്കെ ഞാൻ ആരോട് പറയാനാണ്? ആദ്യമൊക്കെ ഇക്കാക്കും മക്കളെ ഇഷ്ടമായിരുന്നു. എന്നാൽ ഇപ്പോൾ 2 കൊല്ലമായി എൻ്റെ മക്കളോട് ഇക്ക ഒന്ന് സംസാരിച്ചിട്ട് കൂടെയില്ല. ഉമ്മാക്ക് എന്നും ഫോൺ വിളിക്കും. എന്നാൽ എനിക്കൊരു സ്നേഹത്തോടെ ഒരു വിളി. ആ വിളി കേട്ടിരുന്നെങ്കിൽ ഞാൻ എത്ര വേദന വേണമെങ്കിലും സഹിച്ചേനെ. എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് വന്നപ്പോൾ ഞാൻ ആകെ ആവശ്യപ്പെട്ടത് എന്നെ സ്നേഹിക്കണമെന്നായിരുന്നു. സമയത്ത് ഭക്ഷണം കിട്ടിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്നായിരുന്നു. ഇക്ക എന്നും വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ആ വീട്ടിൽ സമാധാനത്തോടെ കഴിഞ്ഞേനെ. 2 വർഷം മുമ്പ് വരെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. വാട്സാപ്പിൽ ഒരു മെസ്സേജ് വിട്ടാൽ സമയം പോലെ തിരിച്ചു നോക്കി വിളിക്കുമായിരുന്നു. 2 പെൺകുഞ്ഞുങ്ങൾ ആയതിൽ പിന്നെ ഇക്കാക്കും എന്നോടുള്ള സ്നേഹം കുറഞ്ഞു. ഇക്ക പാവായിരുന്നു. എന്നെ വലിയ സ്നേഹമായിരുന്നു. എന്നെ നന്നായി സ്നേഹിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഉമ്മ ഓരോന്നും പറഞ്ഞു കൊടുത്ത് ഇക്കാൻ്റെ മനസ്സ് മാറ്റി. സാരില്ലടി, ഇനിയിപ്പോൾ അതൊന്നും ആലോചിച്ച് ടെൻഷനാവണ്ട, ലൈല അവളെ ആശ്വസിപ്പിച്ചു. 2 പേരും നമസ്കരിക്കാൻ ആ നിസ്കാര റൂമിലേക്ക് പോയപ്പോൾ സാബി വീണ്ടും ഓരോന്നായി ആലോചിക്കാൻ തുടങ്ങി. ആദ്യമായി ജമാൽ അവളെ കാണാൻ വന്ന മുതലുള്ള ഓരോ കാര്യങ്ങളും അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു.
അയാൾക്ക് താൻ യോജിക്കില്ല എന്ന് അന്ന് തന്നെ തോന്നിയിരുന്നു. ജമാൽ കാണാൻ സുന്ദരനായിരുന്നു. സാബി അല്പം ഇരുണ്ടിട്ടും. എന്നാലും അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നിറം അല്പം കുറവാണെങ്കിലും പെണ്ണ് സുന്ദരിയാണെന്ന് കല്യാണപ്പന്തലിൽ വെച്ച് പല സ്ത്രീകളും പറയുന്നത് അവൾ കേട്ടിരുന്നു. അത് കേൾക്കുമ്പോൾ അവൾക്ക് അഭിമാനവും തോന്നിയിരുന്നു. എന്നാൽ ഉമ്മാക്ക് ഈ കല്യാണത്തിന് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല എന്ന് കല്യാണപ്പന്തലിൽ വെച്ച് തന്നെ അവൾക്ക് മനസ്സിലായി. ഏതോ ഒരു പണച്ചാക്കിൻ്റെ മകളെ വേണ്ടിയായിരുന്നു ഉമ്മ ജമാലിനെ കണ്ടുവച്ചത്. ആ പെണ്ണ് കാണാൻ വലിയ സുന്ദരിയായിരുന്നത്രേ. ഇട്ടും മൂടാൻ മാത്രം സമ്പത്തുള്ള വലിയ ഒരു തറവാട്ടിലെ ഇളയ പെൺകുട്ടി. അവളെയായിരുന്നു ഉമ്മ ഏറ്റവും ഇളയ മരുമകളായി പ്രതീക്ഷിച്ചത്. എന്നാൽ ഉമ്മാക്ക് കിട്ടിയത് വീട് പോലും ഇല്ലാത്തൊരു എത്തിയും കുട്ടിയെ. കാണാനും വലിയ ഭംഗിയില്ല. ഈ കല്യാണം നടക്കാതിരിക്കാൻ ഉമ്മ കുറേ ശ്രമിച്ചു നോക്കി. എന്നാൽ ജമാലും നല്ല വാശിക്കാരനായിരുന്നു. തന്നെയല്ലാതെ മറ്റൊരാളെ വിവാഹം കഴിക്കില്ല എന്ന് ജമാൽ ഉമ്മയോട് പറഞ്ഞത്രേ. ഗത്യന്തരമല്ലാതെയാണ് ഉമ്മ വിവാഹത്തിന് സമ്മതിച്ചത്. അതിൻ്റെ എല്ലാ ദേഷ്യവും ആദ്യ നാൾ മുതൽ കാണിക്കുകയും ചെയ്തു. എന്നെങ്കിലും ഒരിക്കൽ ഉമ്മയുടെ സ്വഭാവം മാറുമെന്ന് തന്നെയായിരുന്നു തൻ്റെ പ്രതീക്ഷ. ജമാലും പറഞ്ഞത് അങ്ങനെയായിരുന്നു. എന്നാൽ ഓരോ ദിവസം കഴിയും തോറും ഉമ്മയുടെ തന്നോടുള്ള പെരുമാറ്റം വളരെ മോശമായി വന്നു. ആദ്യമൊക്കെ ഇക്കയുടെ മുൻപിൽ വെച്ച് ഉമ്മ മോശമായി പെരുമാറിയില്ല. എന്നാൽ ആദ്യത്തെ തവണ ലീവിന് വന്നപ്പോൾ ഉമ്മ ഇക്കയുടെ മുൻപിൽ വെച്ച് തന്നെ നിസ്സാര കാര്യങ്ങൾക്കെല്ലാം തന്നോട് ദേഷ്യപ്പെട്ടു തുടങ്ങി. അപ്പോഴൊക്കെ തന്നെ ഇക്ക സമാധാനിപ്പിക്കുമായിരുന്നു. 2 വർഷം മുമ്പ് വരെ ഇക്ക തൻ്റെ കൂടെയുണ്ടല്ലോ എന്ന ആശ്വാസമായിരുന്നു. എന്നാൽ 2 വർഷങ്ങൾക്ക് മുമ്പ് ഇക്കയുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ വന്നു തുടങ്ങിയതോടെ തൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു എന്നുറപ്പായി. ആദ്യക്ക് കൂടെയുണ്ടെന്ന് പറഞ്ഞാലും ഭർത്താവ് ഉപേക്ഷിച്ച ഒരു പെണ്ണിന് മുന്നോട്ടുള്ള ജീവിതം വളരെ പ്രയാസം തന്നെയായിരിക്കും. അവളുടെ ഭർത്താവിന് അവളെ വേണ്ട. അവളുടെ കുഞ്ഞുങ്ങളോടും ആർക്കും താല്പര്യമില്ല. പ്രസവത്തോടെ അവസാനത്തെ കുഞ്ഞും മരിച്ചുപോയി. കുഞ്ഞിൻ്റെ കൂടെ താനും മരിച്ചാൽ മതിയായിരുന്നു എന്ന് സാബി ഓർത്തു. നേരിയൊരു ഡിപ്രഷൻ്റെ ആരംഭമായിരുന്നു അത്. അവളുടെ കണ്ണുകൾ ചുറ്റും പരുതി. സാബിക്ക് ദേഹമാകെ ചൂടായി. ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാര്യമെന്നായിരുന്നു അവളുടെ അടുത്ത ചിന്ത. ആപ്പിൾ മുറുക്കാൻ വെച്ച കത്തിയിൽ അവളുടെ കണ്ണുകൾ ഉടക്കി. അവൾ വേഗം ആ കത്തി കയ്യിലെടുത്തു. പിന്നെ ഇടത്തെ കൈത്തണ്ടയിൽ മൂർച്ചയുള്ള കത്തിയുടെ ഭാഗം ചേർത്ത് വെച്ചു. ഒന്ന് അമർത്തി വലിച്ച രക്തം വാർന്ന് താൻ മരിച്ചു പോകുമെന്ന് അവൾക്കറിയാമായിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.